എഴുന്നേറ്റിരുന്നാലും വെറുതെ എഴുന്നേറ്റിരുന്നാലും ഒന്ന് എഴുന്നേറ്റ് സ്തുതിച്ചാലും പറഞ്ഞ പോലെ സ്തുതിയോട് ഒന്ന് സ്തുതിക്കാം. ഈശോയെ വചനം കിട്ടാനുള്ള കൂലി നൽകുകയും എല്ലാവരും എഴുന്നേറ്റ് സ്തുതിക്കാം. ആരാധന യേശുവേ സ്തുതി. വചനം പഠിക്കാൻ വചനം പഠിക്കാതെ ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സാധാരണ സകല ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. വചനമൊഴികളിലേക്ക് ആഴത്തിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവേ ഈ വചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയട്ടെ. യേശുവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നന്ദി പറയുന്ന ഈശോയെ ഇവിടുത്തെ വചനങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നമുക്കിരിക്കാം. ശാന്തരിക്കാം. ഇത് കൂട്ടിനിടയിൽ നിന്ന് പേടിയല്ലാടാ ഇത് സ്തുതിപ്പ് എന്ന് പറയുന്നത്. അത് മാതാക്കന്മാരുടെ സംഭാഷണമാണ്. ഈ സ്തുതിപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. സ്തുതിച്ചു കഴിഞ്ഞാൽ ഉടനടി സാത്താന് മനസ്സിലാവാത്ത ഭാഷയാണ്. സാത്താന് ഈ ദൈവിക ഭാഷ മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണ ഈസിയായിട്ട് മനസ്സിലാക്കും. പക്ഷേ സ്തുതിപ്പ് ദൈവമായ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് മാതാക്കന്മാർ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. മരണശേഷം നമുക്കുള്ള ജോലി എന്താ? ഈ ചിന്തിക്കും ഈ ഇതേപോലത്തെ സ്തുതിപ്പല്ല. അത് നമുക്ക് ശരീരം ഉണ്ടാവില്ല, ബന്ധങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു ആത്മാവ്. മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, റിസ്കത്തോടെ അറിയുന്നൊരു കാര്യമല്ലേ. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഇത് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യേശു ആരാണ്? ഈശോ എന്ന് പറഞ്ഞ ആളാരാണ്? ദൈവപുത്രനോ ദൈവപുത്രനോ അവർക്ക് പറഞ്ഞേ രക്ഷകനുമാണ്. 1:8 എന്താ കാണിക്കുന്നത്? 1:8 മർക്കോസ് 1:8. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകി. ആരാ അത് പറയുന്നത്? സ്നാപയോഹനൻ. ആരെ കുറിച്ചാ പറയുന്നത്? ഈശോയെ. പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവൻ ആരാ? ആരായിരിക്കും? ദൈവപുത്രൻ. ആരായിരിക്കും? അപ്പൊ മർക്കോസിന് ശേഷം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു എന്താണ്? 1-ാം അധ്യായം 1-ാം വാക്യം കണ്ടു, തലക്കെട്ട് കണ്ടു. 1-ാം അധ്യായം 8-ാം വാക്യം എന്ത് കണ്ടു? പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവൻ അവൻ ദൈവപുത്രനാണ്. 1-ാം അധ്യായം 11-ാം വാക്യം എന്താ? 1-ാം അധ്യായം 11-ാം വാക്യം. സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ. നീ എന്റെ പ്രിയപുത്രൻ. ആരാ പറയുന്നേ? ജോസഫേട്ടനല്ല. ആര് പറയണേ? പിതാവായ ദൈവം പ്രഖ്യാപിക്കുകയാണ്. ആര്? നീ എന്റെ യേശുവിനെ. നമ്മുടെ രണ്ട് വാക്യം ഏതൊക്കെയാ? ദൈവപുത്രനും രക്ഷകനും. അപ്പൊ ആരാ പറഞ്ഞേ? പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ് നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്. 9-ാം അധ്യായം 8-ാം വാക്യം എടുത്ത് മർക്കോസ് 9:8. 9:8. അവർ ചുറ്റും നോക്കി, യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ അവർ കണ്ടില്ല. 9-ാം അധ്യായം 8-ാം വാക്യം അല്ലെങ്കിൽ 7-ാം വാക്യം. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു, മേഘത്തിൽ നിന്നൊരു സ്വരം പുറപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ. ആരെ പറഞ്ഞേ? പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പോ എത്ര സന്ദർഭത്തിൽ കണ്ടു? 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആര് പറഞ്ഞു? മർക്കോസ് സുവിശേഷം പറഞ്ഞു. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആര് പറഞ്ഞു? അല്ല, സ്നാപക യോഹന്നാൻ പറഞ്ഞു. 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആര് പറഞ്ഞു? പിതാവായ ദൈവം പറഞ്ഞു. 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആര് പറഞ്ഞു? പിതാവായ ദൈവം. ഇത് ഞാൻ പറഞ്ഞല്ലോ. ആര് പറഞ്ഞതാ? പിതാവായ ദൈവം പറഞ്ഞു. സ്നാപക യോഹന്നാൻ പറഞ്ഞു. എന്താ പറയുന്നേ? മറിയത്തിന്റെ പുത്രനായ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്. രണ്ടാമത്തെ സെൻസ് എന്താ? ദൈവം വാഗ്ദാനം ചെയ്തതും ഇസ്രായേൽ ജനം കാത്തിരുന്നതുമായ രക്ഷകനാണ് ഈ മറിയത്തിന്റെ പുത്രൻ. ഈ മറിയത്തിന്റെ പുത്രൻ. ഇതാണ് ആര് സ്ഥാപിക്കുന്നേ? മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആര് പറയുന്നത്? എന്തോ പറയുന്നുണ്ട്. 3:11. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു. ആര് പറഞ്ഞു? അശുദ്ധാത്മാക്കൾ. ആര് പറഞ്ഞു? പിശാച് പറഞ്ഞു. നീ ദൈവപുത്രൻ. ആൾക്ക്
അറിയാം. ബോധമുണ്ട്, ബുദ്ധിയുണ്ട്. ആളെന്ത് പറഞ്ഞു? നീ ദൈവപുത്രനാണ്. ആര് പറഞ്ഞേ? പിശാച്. 5:7 നോക്കി. 5:7 ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ. ആര് പറഞ്ഞേ? പിശാച്. വീണ്ടും പിശാച് പറഞ്ഞു. ശുദ്ധാത്മാവും പിശാചും എന്താ പറഞ്ഞോണ്ടിരിക്കണേ? നീ ദൈവത്തിന്റെ പുത്രൻ. നമുക്കത് മനസ്സിലായിട്ടില്ല അല്ലല്ലോ. നമുക്കത് മനസ്സിലായിട്ടില്ല, അവർക്കത് മനസ്സിലായി. ഇപ്പൊ ആരൊക്കെ പറഞ്ഞു? മർക്കോസ് പറഞ്ഞു. 1:1 ആര് പറഞ്ഞു? മർക്കോസ്. ഈ 16 അധ്യായത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നത്. ഈ 16 അധ്യായം എന്തിനു വേണ്ടി എഴുതിയിരിക്കുന്നത്? സെക്കൻഡ് സോറി, മറിയത്തിന്റെ പുത്രനായ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്. ദൈവം വാഗ്ദാനം എപ്പോഴാണ് ദൈവം വാഗ്ദാനം ചെയ്തത്? പൂർവ്വകാലങ്ങളിൽ. ആര് വഴി? പ്രവാചകന്മാർ വഴി. അപ്പൊ മാത്രമാണോ? അത് പിന്നീട് വരാം, അത് അതിൽ വരുന്നുണ്ട്. ഇസ്രായേലിലേക്ക് പ്രവാചകന്മാർ വഴിയും അതിനു മുമ്പും വാഗ്ദാനം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വാഗ്ദാനമുണ്ട്. ഈ വാഗ്ദാനം ശരിക്കും വാഗ്ദാനം ഇവിടെ വരുന്നത് ഏദൻ തോട്ടത്തിന് ആരെ പുറത്താക്കിയപ്പോ മാതാപിതാക്കളെ പുറത്താക്കിയപ്പോ തൊട്ട് തുടങ്ങുന്ന വാഗ്ദാനമാണ്. ആര്? നിങ്ങളെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരും. കേട്ടിട്ടില്ലേ? രക്ഷകൻ വരും, ഒരു സന്തതി നിങ്ങൾ തകർക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ പരിപാടി വരുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെ. ഈ വാഗ്ദാനം ഇപ്പോഴും ആര് കാത്തിക്കൊണ്ടിരിക്കുകയാണ്? ഒരു വിഭാഗക്കാരെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. യഹൂദ, ഇസ്രായേൽ. നിങ്ങൾ കേട്ടിട്ടില്ലേ? യുദ്ധം നടന്ന ഹൈ ബ്ലെസ്ഡ് കമ്മ്യൂണിറ്റിയാണ് ആര്? ഇസ്രായേൽ. അനുഗ്രഹീതമായ കമ്മ്യൂണിറ്റിയാണ്. ദൈവം അനുഗ്രഹിച്ച കമ്മ്യൂണിറ്റിയാണ്. ഈശോയുടെ കമ്മ്യൂണിറ്റി ഏതായിരുന്നു? യഹൂദനായിരുന്നു. ഈശോ യഹൂദനായിരുന്നു. അപ്പോൾ ബ്ലെസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് അവർക്ക് പ്രവാചകന്മാരെ കിട്ടി. അവരിലാണ് രക്ഷകൻ പിറന്നത്. പക്ഷെ രക്ഷകനെ കാണാനും തിരിച്ചറിയാനും ആർക്ക് സാധിച്ചില്ല? അവർക്ക് സാധിച്ചില്ല എന്നാണ് അവർ കുറവ് വന്നത്. ഓക്കെ, നമ്മൾ 1:1 വന്നു, 1:8 വന്നു, 1:11 വന്നു, പിന്നെ 9:8 വന്നു. 9:8 ആര് പറഞ്ഞേ? പിതാവായ ദൈവം 2 തവണ പറഞ്ഞു. എപ്പോഴൊക്കെ പറഞ്ഞു? 1:11 9:8. 1:11 എന്താ സംഭവിച്ചേ? ഈശോയുടെ മാമോദീസ. 9:8 എന്താ സംഭവിച്ചേ? രൂപാന്തരീകരണം. എന്താണ്? ഓർമ്മയില്ല നമുക്ക്? 3 പേര് കൂടി വട്ടം കൂടി ഇരിക്കുന്നു. അപ്പോ ഒരു പ്രകാശം വരുന്നു. നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാം എന്ന് പറയുന്ന കാര്യം അവിടെ ആരും പറയുന്നത്? 2 സ്ഥലത്തും ആരെ സാക്ഷ്യപ്പെടുത്തി? സ്വർഗം സാക്ഷ്യപ്പെടുത്തി. ദൈവപിതാവ് പറഞ്ഞു ഇത് എന്റെ പ്രിയമിനെ സാക്ഷ്യപ്പെടുന്ന വേണം. ഇനി 1:8 ആരെ സാക്ഷ്യപ്പെടുത്തിയേ? സ്നാപയോഹന്നാൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ പുത്രനാണ്. ഇനി ഇതൊന്നും വേണ്ട. സ്വർഗം പറഞ്ഞു, സ്നാപയോഹന്നാൻ പറഞ്ഞു, മർക്കോസ് പറഞ്ഞു. ഇനി ആര് പറഞ്ഞേ? 3:11 ആര് പറഞ്ഞു? ഇവൻ ദൈവപുത്രനാണ്. അതിൽ സംശയം ഞങ്ങൾക്കില്ല. ഇവൻ ദൈവപുത്രൻ. 5:7 ആര് പറഞ്ഞു? പിശാച് വീണ്ടും പറഞ്ഞു. എന്ത്? 2 പ്രാവശ്യം പിശാച് പറഞ്ഞു. 2 പ്രാവശ്യം സ്വർഗം പറഞ്ഞു. എന്ത്? ദൈവപുത്രനാണ് വിഷയമാണ്. 8:30 ആര് പറയണേ? 8:30 മർക്കോസ് 8:30. തന്നെ കുറിച്ച് ആരോട് പറയരുതെന്ന് അവൻ അവരോട് തൊട്ട് മുമ്പ് അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആരോട് ചോദിച്ചേ? പത്രോസ് എന്ത് പറഞ്ഞു? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ അർത്ഥം മെസ്സയ്യ, മിശിഹ, അല്ലെങ്കിൽ രക്ഷകൻ. നീ ക്രിസ്തുവാണ്. അപ്പൊ എന്താ പറഞ്ഞ ഈശോ? തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇത് തന്നെ വേറൊരു വേർഷനിൽ പറയുന്നത് മാംസ ശരീര രക്തങ്ങളെല്ലാം ആരാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്? പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പൊ ആരൊക്കെ പറഞ്ഞു? സ്നാപയോഹന്നാൻ, മർക്കോസ്, പിന്നെ പിതാവായ ദൈവം 2 പ്രാവശ്യം, അശുദ്ധാത്മാക്കൾ 2 പ്രാവശ്യം, പത്രോസ് പറഞ്ഞു. ഇനി ആരാ പറയാൻ സാധിക്കും? ശതാധിപൻ. എവിടെ വെച്ച് പറയുന്നത്? കുരിശിൻ ചുവട്ടിൽ. 15 അധ്യായത്തെ 15 അധ്യായം 40 വായിക്കെടുത്തേ. 15:40. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകൾ നിന്നിരുന്നു. 15 തൊട്ടുമ്പതിയായിരിക്കും. 15:40 15 അധ്യായത്തിലാണ്. 39 അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മനുഷ്യൻ കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. 39. ഓക്കെ, സത്യമായി മനുഷ്യൻ ദൈവപുത്രൻ. ആരെ പറഞ്ഞേ? എത്ര അധ്യായം ഉണ്ട്? 16. ഈ അധ്യായത്തിൽ മൊത്തം എന്താ പറയുന്നത്?
ദൈവപുത്രനായ പുത്രനാണ് രക്ഷകനാണ്. 14-ാം അധ്യായത്തെ 14-ാം അധ്യായം 14:61 എടുത്ത് 14:61 അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. 16 പ്രധാന പുരോഹിതൻ അതന്നെ, അവൻ നിശബ്ദനായിരുന്നു, മറുപടി ഒന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? നീയാണോ വാഴ്ത്തപ്പെട്ടവനെ പുത്രനായ ക്രിസ്തു? നീയാണോ രക്ഷകൻ? നീയാണോ രക്ഷകൻ? അപ്പൊ എന്ത് പറഞ്ഞു? യേശു എന്ത് പറഞ്ഞു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മതി. യേശു എന്ത് പറഞ്ഞു? ഞാൻ തന്നെ. ഞാൻ തന്നെ, ഞാൻ തന്നെയാണ് രക്ഷകൻ. അതിൽ സംശയം നിനക്ക് വേണ്ട. ആരോട് പറഞ്ഞു? പ്രധാന പുരോഹിതൻ. നീയാണോ ക്രിസ്തു, മെസ്സയ്യ, രക്ഷകൻ? യേശു എന്ത് പറഞ്ഞു? ഞാൻ തന്നെ. എവിടെയൊക്കെയാണ് നമ്മൾ കേണ്ടത് എന്ന് പറയാൻ പറ്റും? എവിടെയൊക്കെ കണ്ടു? ആരൊക്കെ പറഞ്ഞു? മർക്കോസ് 1:1 16 അധ്യായത്തിന്റെ ടൈറ്റിൽ എന്താണ്? മറിയത്തിന്റെ പുത്രനായ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവം വാഗ്ദാനം ചെയ്തതും ഇസ്രായേൽ ജനം പാർത്തിരുന്നതുമായ രക്ഷകനാണ്. ആര്? ഈശോ. ഈ 2 സെന്റൻസുകളാണ് സ്ഥാപിക്കുന്നത് 16 അധ്യായത്തിൽ. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മർക്കോസ് പറഞ്ഞു. 1-ാം അധ്യായം 1-ാം വാക്യം 8-ാം വാക്യത്തിൽ ആര് പറഞ്ഞു? സ്നാപയോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. പിന്നെ ഏതാ? 1:11 പിതാവായ ദൈവം മാമോദീസായിൽ പറഞ്ഞു. 9:8 രൂപാന്തര സമയത്ത് പറഞ്ഞു. ഇനി അശുദ്ധാത്മാക്കൾ 3:11 അശുദ്ധാത്മാക്കൾ പറഞ്ഞു. 5:7 പിശാച് പറഞ്ഞു. 8:30 പത്രോസ് പറഞ്ഞു. 15:39 ശതാധിപൻ പറഞ്ഞു. 14-ാം അധ്യായം 61 ആര് പറഞ്ഞു? ഈശോ സ്വയം സാക്ഷ്യപ്പെടുത്തി. 16 അധ്യായത്തിന്റെ ലക്ഷ്യം എന്താണ്? മർക്കോസിന്റെ സുവിശേഷം. ഇതിന്ന് വിഭിന്നമായിട്ട് എന്ത് പഠിച്ചാലും മർക്കോസിന്റെ സുവിശേഷന്റെ ഭാഗമല്ല. ഇതാരുടെ? മർക്കോസിന്റെ വീക്ഷണം എന്താണ്? ഈശോ ദൈവപുത്രനാണ്, രക്ഷകൻ സ്ഥാപിക്കുക. അതിന് വേണ്ടി 16 അധ്യായം. അതിന് വേണ്ടിയിട്ടാണ് അതിൽ അത്ഭുതങ്ങളും എല്ലാ സംഭവങ്ങളും ഒക്കെ മർക്കോസ് ലീഹ എഴുതിയിരിക്കുന്നത്. മർക്കോസിന് ശേഷം പഠിച്ചു കഴിഞ്ഞു. ഈ ലൈൻ ഓഫ് തോട്ട് കിട്ടി, ഈ ഒരു ത്രെഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു വള്ളി കിട്ടിയില്ലെങ്കിൽ, ഈ ഒരു കീ കിട്ടിയില്ലെങ്കിൽ പിന്നെ മർക്കോസിന് ശേഷം പഠിക്കാനേ പറ്റില്ല, പഠിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഈ ലക്ഷ്യത്തിന് അനുബന്ധമായി എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. ദൈവപുത്രം. ഇനി നമ്മൾ വീണ്ടും 24 വരുന്നു. 24 പ്രശ്നം പറ്റിയത് എന്താ? 19 2-ാമത്തെ വാചകം. പ്രശ്നം എന്തായിരുന്നു? എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം എന്തായിരുന്നു? 24:19 പ്രശ്നം എന്തായിരുന്നു? ഇവരെന്തുകൊണ്ടാണ് ജെറൂസലത്ത് നിന്ന് എമൗസിലേക്ക് പോയത്? എമൗസിലേക്ക് എന്തുകൊണ്ടാ പോയത്? പക്ഷേ അവർ ചോദിച്ചു ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ക്രിസ്ത്യാനിയായോ അന്യമതസ്ഥരായിട്ട് ഇപ്പോഴും നിൽക്കാണോ? വെച്ച് തുടങ്ങുന്ന ഒരു മതസ്ഥരായിട്ട് ഇപ്പോഴും നിൽക്കല്ലേ? ക്രിസ്ത്യാനികളിലേക്ക് അവർക്ക് കടക്കാൻ പറ്റിയില്ല. ക്രിസ്ത്യാനി ആണെങ്കിൽ എവിടേക്ക് പോകണം? മർക്കോസിന്റെ സുവിശേഷം മുഴുവൻ പഠിക്കണം. മർക്കോസിന്റെ സുവിശേഷം പഠിച്ചാൽ മാത്രമേ ക്രിസ്ത്യാനി എന്താണെന്ന് മനസ്സിലാവുള്ളൂ, ഈശോ ആരെന്ന് മനസ്സിലാവുള്ളൂ. അതാണ് അവരുടെ ആദ്യത്തെ ഈശോയെ രക്ഷകനും ദൈവപുത്രനുമായി, നാഥനല്ല ദൈവപുത്രനുമായി കാണേണ്ടതിന് പകരം വെറും പ്രവാചകനായി കണ്ടു. ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് എന്താണ്? അടുത്ത വാചകം വായിച്ചേ. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. രണ്ടാമത്തെ കാര്യം മോഡ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ എങ്ങനെ ഈശോ നൽകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചത് എങ്ങനെയായിരുന്നു? യുദ്ധമൊക്കെ ചെയ്ത് സൈന്യങ്ങളൊക്കെ ആയിട്ട് വന്ന് യഹൂദരൊക്കെ തകർത്ത്, റോമക്കാരുടെ തകർത്ത്, മെല്ലെ ജെറൂസലം നഗരമൊക്കെ പിടിച്ചടക്കി ഈശോ എന്ത് ചെയ്യും? രാജ്യം പുനഃസ്ഥാപിക്കും എന്നാണ് ആര് വിചാരിച്ചിരുന്നത്? സത്യത്തിൽ ഈശോ എന്താ വിചാരിച്ചിരുന്നത്? സഹന, 3 വാക്ക് മറക്കരുത്. സഹന, മരണ, ഉത്ഥാനത്തിലൂടെ മാനവകുലത്തെ രക്ഷിക്കുന്നില്ല. അതെവിടെ ഈശോ പറഞ്ഞിട്ടുണ്ടോ? 9-ാം അധ്യായത്തെ
9:21-22 വായിച്ച 9-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം. ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ മതി ഒന്നുകൂടി വായിച്ചത്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത വചനം വായിച്ചു. അവൻ എല്ലാവരോടുമായി നിങ്ങളോട് പറയാണ്, എന്താ പറയണേ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. 21-ാം വാക്യത്തിൽ ഈശോ ആദ്യത്തെ പീഡാനുഭവ പ്രവചനം ആർക്ക് പറഞ്ഞു കൊടുത്തു? ശിഷ്യന്മാർ. ആർക്ക് പറഞ്ഞു കൊടുത്തു? ഒരു തീക്ഷ്ണത വേണ്ടോ? ഈ വചനം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് നമുക്ക് മൊത്തം പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുന്നത് 9-ാം അധ്യായം 21-ാം വാക്യത്തിൽ കൃത്യമായിട്ട് ഈശോ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാ? സഹന പറയണ്ടല്ലോ. വളരെ സഹിക്കുകയും മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും നിയമജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും. സഹനം പറയണില്ലേ? സഹനം മരണോത്ഥാനം പറയണില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. 9-ാം അധ്യായം 21-ാം വാക്യത്തിൽ എഴുതി വെച്ചോ. 21-ാം വാക്യത്തിൽ ആദ്യത്തെ പീഡാനുഭവ പ്രവചനം നടത്തി. രണ്ടാമത്തെ പ്രവചനം എവിടെയാ വരുന്നത്? 9-ാം അധ്യായം 45 അല്ലെങ്കിൽ 44. നോക്കിക്കേ, 9-ാം അധ്യായം 40-44 എന്താ പറയുക? അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതും അത് 9:45 വായിച്ചേ. മനുഷ്യപുത്രൻ അവർക്ക് ഈ വചനം, അതാണ് 9:45. 44 വായിച്ചേ. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകും. മനുഷ്യരുടെ കൈകളിൽ. രണ്ടാമത്തെ പീഡാനുഭവ പ്രവചനം. ഒന്നാമത്തെ എവിടെയാണ്? 9:21. ഇത് 9:44 പറയുകയാണ്. 18:31 മുതൽ 18-ാം അധ്യായം 31 മുതൽ അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് പറഞ്ഞു എന്ന് പറയുന്ന ഭാഗം. 18 അവൻ 12 പേരെയും അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക്. എവിടേക്ക് പോകുന്നു? ജെറുസലേമിലേക്ക്. അവിടെ നടക്കുന്നു സഹനം, മരണം. സഹനം മാത്രം പറയരുത്. സഹനം, മരണം, ഇത് മൂന്നും ഒരുമിച്ച് പോകുള്ളൂ. സഹനം, മരണം എവിടെ നടക്കുന്നു? ജെറുസലേം. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ എന്ത് ചെയ്യും? അവൻ വിജാതികൾക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. 3 പ്രവചനങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ജനത്തെ രക്ഷിക്കുന്നത്? 3 പ്രാവശ്യം ആരും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. അവരെങ്ങനെ വിചാരിച്ചു? രാജാവ് വന്ന് വാളെടുത്ത് വീശി ഇത് പുനഃസ്ഥാപിക്കുമെന്ന് വിശ്വസിച്ചു, അല്ലെ? 3 പ്രാവശ്യം എവിടെയൊക്കെയാണ് നോർത്തെ? 9-ാം അധ്യായം ബുക്ക് നോക്കണം. 9-ാം അധ്യായം 21, 9-ാം അധ്യായം 44, 18-ാം അധ്യായം 31. ക്ലിയർ ആയല്ലോ? അപ്പോ ഈ ജെറൂസലത്തേക്കുള്ള യാത്ര തുടങ്ങുന്ന എവിടെയാ? മറന്നോ? ജെറൂസലത്തിലേക്കുള്ള യാത്ര എവിടെ തുടങ്ങുന്ന? ലൂക്കായിലെ 9:51. 9:51 ആരംഭിക്കുന്ന യാത്ര എവിടെ അവസാനിക്കുന്നത്? 19:28. 19:28. ലൂക്കായുടെ സുവിശേഷം സിംഹഭാഗം എന്താണ്? ഈ ജെറൂസലത്തിലേക്കുള്ള യാത്രയാണ്. 9 തുടങ്ങുന്ന യാത്ര 19 അവസാനിക്കുന്നു. 19 തൊട്ട് 23-ാം അധ്യായം വരെ എന്താണ്? ജെറൂസലമിലെ പ്രവർത്തനങ്ങളാണ്. 24 സഹനം, മരണം, ഉത്ഥാനം. അപ്പോ ഇവർക്ക് സംഭവിച്ച കാര്യം, എമോസിലേക്ക് പോകാൻ ഒന്നാമത്തെ കാര്യം, പ്രവാചകനായി തെറ്റിദ്ധരിച്ചു. ഒന്ന് എഴുന്നിരുന്ന്
സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന ഈശോയെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ ഈശോയെ. മടുപ്പ് കൂടാതെ വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. സത്താന്റെ സകല തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ വചനങ്ങൾ ഞങ്ങൾ ഉള്ളിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ട കൃപ തരണമേ ഈശോയെ. ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ കൈകൾ വിളിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കരുണയെ സ്തോത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ ഈശോയെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ. നന്ദി ഈശോയെ. അവരുടെ രഹസ്യങ്ങൾ ഞാനത് വെളിപ്പെടുത്തി തരണമേ. ദൈവവചനങ്ങൾ ഞാൻ ഉള്ളത്തിലേക്ക് ആഴത്തിൽ പതിയട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ. നന്ദി, നന്ദി, നന്ദി ഈശോയെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയെ. അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ഒരിക്കലും അടുപ്പ് തോന്നാൻ പാടില്ല വചനം കേൾക്കുമ്പോൾ. കാരണം സാത്താൻ തൊട്ടപ്പുറത്തുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പിശാച് മണ്ടനല്ല. ഹീസ് ഹൈലി ക്രൂക്കഡ്. ആൾക്കറിയാം നിങ്ങൾ ഉറക്കിക്കഴിഞ്ഞാൽ ഈ രത്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ബൈബിൾ വായിക്കുമ്പോഴൊക്കെ നോക്കിക്കേ. ഇപ്പൊ മാർക്കോസിന്റെ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ട്രസ്റ്റ് എന്താണ്? അതിന്റെ മെയിൻ തീം എന്താണ്? ഈശ്വരപുത്രനും ദക്ഷൻ. അതിനപ്പുറത്തേക്കൊന്നും വായിക്കില്ല. ഏത് ഭാഗം വായിച്ചാലും ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 19 അധ്യായം. ലൂക്കായുടെ സിംഹഭാഗം മൊത്തം എന്താണ്? ജെറൂസലത്തേക്കുള്ള അതിൽ നമ്മൾ ശിഷ്യന്മാർക്ക് വേണ്ട 6 ട്രെയിനിങ് സെഷൻ. ക്രിസ്തു അനുകരണത്തിന്റെ 6 ട്രെയിനിങ് സെഷൻ ആര് പഠിപ്പിക്കുന്നു? ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പിന്നെ എന്ത് പഠിപ്പിക്കുന്നു? പീഡാനുഭവം, പ്രവചനം പഠിപ്പിക്കുന്നു. പിന്നെ എന്ത് പഠിപ്പിക്കുന്നു? പിന്നെ ജെറൂസലത്തേക്ക് യാത്ര തുടരുകയാണ്. 19 24 മുഴുവൻ ഉത്ഥാനത്തിന്റെ പറഞ്ഞ എന്താണ്? ഉത്ഥാനത്തിന്റെ രഹസ്യങ്ങളും അതിന്റെ വിവരണങ്ങളുമാണ്. ഇനി അപ്പോ ഈ 2 ശിഷ്യന്മാർ, ഒരു ശിഷ്യന്റെ പേര് മാത്രം പറയുന്നുണ്ട്. ഏതാ? ക്ലയോപ്പാസ്. 2 ശിഷ്യന്മാർ എവിടുന്ന് എവിടേക്ക് പോയി? ജെറുസലത്തിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകാനുള്ള കാരണം ഒരു കാരണം പറഞ്ഞു. ഒന്നാമത്തെ കാരണം പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിച്ചു. രണ്ടാമത്തെ കാരണം പറഞ്ഞു അവരുദ്ദേശിച്ച രക്ഷയുടെ രീതി എന്താണ്? അല്ലേ? അങ്ങനെയല്ലേ? അത് തെറ്റിദ്ധരിച്ചു ഇല്ലേ? രണ്ടാമത്തെ രീതി, രണ്ടാമത്തെ പ്രശ്നം അവർക്ക് പറ്റിയത് അവർ ഉദ്ദേശിച്ച മോഡ് ഓഫ് സാൽവേഷൻ, രക്ഷ കൊടുക്കേണ്ട രീതി വാൾപ്പയറ്റ് വഴിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. സത്യത്തിൽ ഈശോ ആഗ്രഹിച്ച ഏതാ? 3 പ്രവചനങ്ങളായിട്ട് പറഞ്ഞു. 9:21, 9:43, പിന്നെ 18:31. എന്ത് പറഞ്ഞു? പീഡകൾ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യും, പ്രഹരിക്കും എന്നൊക്കെ പറഞ്ഞു. 3 പ്രാവശ്യം ഈശോ പറഞ്ഞു. അവർക്കത് മനസ്സിലായോ? മനസ്സിലായില്ല. മനസ്സിലായപ്പോഴാണ് അവരെന്ത് ചെയ്തത്? എഴുതി വെച്ച് ജെറുസലത്തെത്തി. അത് കുറച്ച് സമയം എടുക്കും. മൂന്നാമത്തെ പ്രശ്നം എന്താ സംഭവിച്ചത്? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്ത്രീകൾ പറഞ്ഞത് ഏതാ വാക്യം? ആർക്കെങ്കിലും പറയാൻ പറ്റും? 24 അധ്യായം 10 നോക്കിക്കേ. 24 അധ്യായം 10-11 വായിച്ചേ. യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ മറ്റു സ്ത്രീകളുമാണ് ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞത്. അവരാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ. അവർ അവരിൽ വിശ്വസിച്ചില്ല. അവർ വിശ്വസിക്കുന്ന ഒരു എമാവൂസിലേക്ക് പോകുമായിരുന്നോ? ഇല്ല. എമാവൂസിലേക്ക് പോകുമായിരുന്നോ? ഇല്ല. ഇതിന് വേണ്ടത് ബുദ്ധിയല്ല, മനസ്സിലെ വിശ്വാസമാണ്. സ്ത്രീകൾ പറഞ്ഞത് വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ ഈഗോയിസ്റ്റിക് അല്ല എന്ന് ചിന്തിക്കുന്നതല്ല, മറിച്ച് ഇവിടെ വേണ്ടത് ബുദ്ധിശക്തിയല്ല, മറിച്ച് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ വിശ്വാസമാണ്. എന്നാൽ ആ സ്ത്രീകൾ ആദ്യം വിശ്വസിച്ച് അവർ ആദ്യത്തെ അപ്പസ്തോലരായി. അവർ ആദ്യത്തെ സുവിശേഷ പ്രഘോഷകരായി. ആദ്യത്തെ സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ ഉത്ഥാനം കൂടാതെ പ്രഘോഷിക്കാൻ പറ്റില്ല. ഉത്ഥാനം കൂടി മനസ്സിലാക്കിയവർക്ക് മാത്രമേ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കൂ. 3 തെറ്റുകൾ സംഭവിച്ചു. പ്രവാചകനായി തെറ്റിദ്ധരിച്ചു, രക്ഷയുടെ രീതികൾ മനസ്സിലാക്കിയത് തെറ്റി, 3
സ്ത്രീകൾ സ്ത്രീകൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. അങ്ങനെ ആയപ്പോൾ അവരോടേക്ക് പോയി, എമ്മാവുസിലേക്ക് പോയി. ഇനി ഈശോ ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അടുത്ത സെൻസ് വായിച്ചേ. ഇസ്രായേലിനെ മോചിക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ അത് വീണ്ടും പറയുന്നുണ്ട്. തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു, അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഇവർക്ക് പറ്റിയ തെറ്റെന്താ? 22 പറഞ്ഞു, ഞങ്ങളുടെ കൂടുതൽ സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. അത് വിശ്വസിച്ചില്ല. വിസ്മയിപ്പിച്ചു. ഭയങ്കരമായിട്ടത്. പക്ഷെ അവർക്ക് ആഴത്തിലേക്കുള്ള എവിടെ നിന്നു? പാറപ്പുറത്ത് വീണ വിത്ത് പോലെ നിന്നു. വിത്ത് ഇറങ്ങിയില്ല. വിസ്മയം പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും ഉണ്ട്. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ രക്ഷ അനുഭവിക്കാൻ സാധിക്കില്ല. ധ്യാനത്തിന് വരുന്ന വിസ്മയാണോ? ഭയങ്കര കേട്ടോ, രസമാണ്. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, രസമായി പോയി, വീണ്ടത് പോയി. കാരണം വിസ്മയിക്കുന്നുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ സാധിക്കും. അത് ഇച്ചിരി വിഷമുള്ള പ്രക്രിയയാണ്. നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങൾ ഏതാ? ക്രിസ്തു ശിഷ്യത്വം, തിരസ്കരണം ഉണ്ടായാലും ശപിക്കരുത്, സുരക്ഷിതമില്ലാത്ത അവസ്ഥ. 3 സ്വയം പരിത്യജിക്ക് വേണം, കുരിശെടുക്കാൻ വേണം. 4 എന്തുണ്ടെങ്കിലും സുവിശേഷം പ്രഘോഷിക്കണം. പിന്നെ മാനുഷിക ബന്ധങ്ങൾ, പിതാവിനെയും മാതാവിനെയും. പിന്നെ കൽപ്പയിൽ കൈവച്ചിട്ട് നോക്കാൻ പാടില്ല. ഈ 6 കാര്യങ്ങൾ ചെയ്താലേ വിസ്മയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ 6 കാര്യങ്ങൾ ചെയ്താലാണ് ഈ വിസ്മയത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താ പറയുന്നത്? തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോയി അവനെ അവർ കണ്ടില്ല. അപ്പോൾ ഘോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം ക്രിസ്തുവിന്റെ അർത്ഥം അല്ലെങ്കിൽ മെസ്സയ്യ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അത് കഴിഞ്ഞടുത്തത് മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും. അത് ഭയങ്കര ഒരു പ്രത്യേക ടെർമിനോളജിയാണ്. അത് ഒരു പ്രത്യേക പദപ്രയോഗമാണ്. യഹൂദ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രന്ഥത്തിന്റെ പേരെന്താ? ഉൽപ്പത്തി, പഞ്ചഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ? ഉൽപ്പത്തി, ആണോ? ഈ 5 പുസ്തകങ്ങൾ പറഞ്ഞ പേരെന്താണ്? ഇത് എഴുതിയത് ആരാന്ന് പറയുന്നത്? മോശയാണ് ഇത് എഴുതിയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് പഴയ നിയമം മുഴുവനാണ്. ഈ 5 പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പഴയ നിയമത്തിലെ പുസ്തകത്തെ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? പ്രവചനങ്ങൾ. ഐസയാസിന്റെ പ്രവചനം, ജെറമിയായുടെ പ്രവചനം, മറ്റെല്ലാ പ്രവാചകന്മാരും. പഴയ നിയമം മുഴുവൻ ആരെ പഠിപ്പിച്ചു? ഈശോ. ആരെ പഠിപ്പിച്ചു? എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ. അത് പറയുന്നത് മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവനവർക്ക് പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചപ്പോ? പ്രാക്ടിക്കലി എന്താ പഠിപ്പിച്ചേ? മോശ പഴയ നിയമം മുഴുവൻ പ്രവചിച്ചത് പഠിപ്പിച്ചു. പഴയ നിയമം മുഴുവൻ ഈശോ പഠിപ്പിക്കണം. പഴയ നിയമം ആവശ്യമുണ്ടോ? സുവിശേഷം പഠിക്കണമെങ്കിൽ ബേസ് എവിടെ എടുക്കുന്നത്? പഴയ നിയമത്തിലാണ്. നിനക്ക് എടുക്കണ്ടോ? എവിടെയൊക്കെയാണ്? ഇനി ഈ മോശയും പ്രവാചകന്മാരും എന്നൊരു പദപ്രയോഗം സുവിശേഷത്തിൽ വേറെ സ്ഥലത്ത് എടുത്തുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം എടുത്തേ. 16:31 എടുത്തേ. 16:31 എന്താ പറയുന്നത്? 16 അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും ഈ അബ്രാഹാം എവിടെ വരുന്നത്? അബ്രാഹാം അല്ലത്. ഇതേത് അബ്രാഹാം? ധനവാന്റെയും നാസറിന്റെയും ഉപമയിൽ വരുന്ന അബ്രാഹാമാണ് പിതാവായ ദൈവം. അബ്രാഹാം എന്ത് പറഞ്ഞു?
മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ ആ. മരിച്ചവരിൽ ഒരുവൻ ഉയർത്താനും അവർക്ക് ബോധ്യമാവുകയും. പോഷൻ മനസ്സിലായോ? സുവിശേഷത്തിന്റെ പോഷൻ ഏതാ മനസ്സിലായോ? ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഓർമ്മയിലെ എന്താ ഉപമ? ധനവാനും ലാസറും മരിക്കുന്നു, രണ്ടുപേരും തമ്മിൽ വലിയ ഗർത്തം, ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും ഉണ്ടാകുന്നു. സ്വർഗത്തിൽ ആരാണ്? ധനവാൻ. അല്ല, ലാസർ. അതെ. ധനവാൻ എവിടെയാണ്? നരകത്തിലാണ്. ലാസർ എന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ധനവാൻ എന്ന് പറഞ്ഞു? വെള്ളം, ധനവാൻ എന്ന് പറഞ്ഞു? നാവ്, അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? നാട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് പോയിട്ട് മറ്റുള്ള നിങ്ങൾ തമ്മിൽ വലിയ ഗർത്തം, അവിടെ ഇവിടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ എന്താ പറഞ്ഞേ? വാചകം വായിച്ചേ. മോശം അബ്രഹാം അവനോട് പറഞ്ഞു. അബ്രഹാം അവനോട്, പിതാവാദി അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? മോശയും പ്രവാചകന്മാരും പഴയ നിയമം പഠിച്ചിട്ട് നന്നാവാൻ പറ്റില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാള് ഉയർത്തെഴുന്നേറ്റ് പോയാൽ വലിയ വ്യത്യാസം അവർക്ക് ബോധ്യമാവില്ല. നിങ്ങൾ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകണ്ട, സുവിശേഷം പഠിച്ചാൽ മതി. അത്ഭുതങ്ങളുള്ള സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുന്ന കാര്യമില്ല. അത്ഭുതം ഏറ്റവും ലീനിയർ ടൈപ്പാണ്. യേശു കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സെന്റ് തോമസിനോട് പറയുന്നുണ്ട്, നീ എന്നെ കണ്ടത് കാണാൻ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത്ഭുതം കണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ ഇരട്ടി മടങ്ങ് കൃപയാണ് സുവിശേഷത്തെ വിശ്വസിക്കുന്നത്. അത് കഴിവാണ്. പരിശുദ്ധ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വിശ്വസിച്ച കർത്താവിന്റെ ദാസി വിശ്വസിക്കാറുണ്ടായിരുന്നു. ആരാ? അവൻ ഊമനായി. ആരാ? സക്കറിയ. അപ്പൊ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, മോശ തുടങ്ങി പഴയ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം യഹൂദ പാരമ്പര്യത്തിലുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അത് പഠിച്ചാൽ മതി. അത് പഠിപ്പിച്ചു കൊടുക്കണം. ആർക്ക്? ഈശോ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു? എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പഴയ നിയമം ഈശോ പഠിപ്പിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം വാക്യെടുത്ത് 5:17 എടുത്ത് 5:17 എന്താ പറയുന്നത്? മത്തായി 5:17. നിയമത്തിന്റെയോ പ്രവാചകന്മാരുടെയോ അസാധുവാക്കാനാണ് വിചാരിക്കേണ്ട, പൂർത്തിയാക്കാനാണ്. 5:17 എന്താ പറയുന്നത്? പഴയ നിയമത്തിലുള്ള ഒരു കാര്യവും അസാധുവാക്കാൻ എല്ലാരും വന്നിരിക്കുന്നേ. ഞാൻ ചെയ്യും പകരം ഞാൻ എന്തിനാ വന്നിരിക്കുന്നേ? പൂർത്തിയാക്കാനാണ്. ഞാൻ എന്തിനാ വന്നിരിക്കുന്നേ? അപ്പൊ പഴയ നിയമം ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. യൂതന്മാർ ഇപ്പോഴും അത് പിടിച്ചിരിക്കുന്നു, നമ്മൾ അതും പിടിക്കുന്നു, സുവിശേഷം പിടിക്കുന്നു. അപ്പൊ മോശയും പ്രവാചകന്മാരും എന്ന പ്രയോഗം ഈ 24-ാം അധ്യായത്തിലേക്ക് വന്നു. 24-ാം അധ്യായത്തിൽ മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവരവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു എന്ന് പറയുന്ന അത്ര പ്രധാനപ്പെട്ട വചനമാണ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എന്ന് പറയുന്ന വചനം അത്ര പ്രധാനപ്പെട്ട വചനമാണ്. ഇനി എവിടെയൊക്കെയാണ് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പറയുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം എടുത്ത്. ഉൽപ്പത്തി 3:15 എന്താ പറയുന്നത്? സ്ത്രീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഈ അവളുടെ സന്തതി ആരാ? ആരോടാ പറയുന്നത്? ഈശോ ആരോട് പറയുന്നത്? ദൈവം ആരോട് പറയുന്നത്? സർപ്പത്തോട് പറയാണ്, നീയും സ്ത്രീയുടെ. വെളിപാടിന്റെ പുസ്തകത്തിൽ വരുന്നുണ്ട് ഈ സ്ത്രീ. വീണ്ടും വരുന്നുണ്ട് ഈ സ്ത്രീ ഓടിപ്പോന്നൊക്കെ 12. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? ഈ സ്ത്രീ തമ്മില് ശത്രുത. ബൈബിൾ മൊത്തം കണക്റ്റഡ് ആണ്. നമുക്കറിയാത്തതുകൊണ്ട് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും ഉത്തരം പറയാണ്ട്, നമുക്ക് എവിടെ ചോദിച്ചാലും ഉത്തരം പറയാണ്ട്. അപ്പൊ ഈ സ്ത്രീ 3:15 വാഗ്ദാനം എന്താണ്? 3:15 ഉൽപ്പത്തി അത് ആരുടെ ഗ്രന്ഥാണ്? പഞ്ചഗ്രന്ഥിയിലെ ഗ്രന്ഥല്ലേ? ഉൽപ്പത്തി മോശയുടെ ഗ്രന്ഥത്തിൽ വരുന്നതാണ്. അതിലെന്താ വാഗ്ദാനം? എന്താ 3:15 എന്താ? സാത്താന്റെ സ്ത്രീയിൽ ജനിക്കുന്നവൻ സാത്താന്റെ ഈശോയാണ് അത് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. ആ വാഗ്ദാന പൂർത്തീകരണം നടന്നോ? ആരിലൂടെ നടന്നു? യേശുവിലൂടെ നടന്നു. ആര് വഴി നടന്നു? പരിശുദ്ധാത്മ വഴി നടന്നു. ആരിലൂടെ പ്രസവിക്കപ്പെട്ടു? സ്ത്രീ ആരായിരുന്നു? പരിശുദ്ധാത്മ. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഏഷ്യായുടെ പുസ്തകം. അടുത്ത് 7:14. യുവതി ഗർഭം ധരിച്ച് 7:14 എടുത്ത്
അതിനാൽ കർത്താവ് തന്നെ നിനക്ക് 7:14 അതിനാൽ കർത്താവ് തന്നെ അറിയാവുന്ന യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇത് എന്നെഴുതിയതാ? പഴയ നിയമത്തിൽ എഴുതിയതാ. യെശയ്യായുടെ പ്രവചനത്തിൽ എഴുതിയേക്കുന്നതാണ് എന്ത്? 7:14 എന്താ പറയുന്നത്? യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ദൈവം നിങ്ങൾക്ക് ലഭിക്കും. ആ യുവതി ഗർഭം ധരിക്കുന്നതാണ് 3:15 ആ സ്ത്രീ. സ്ത്രീ ആരാ? ആ യുവതി ആരാ? പരിശ്രമിക്കപ്പോ റോളുണ്ടോ? റോളുണ്ട്. അത് അനാദിയിലെ തീരുമാനിച്ച റോളാണോ? പരിശുദ്ധ അമ്മ ഇതിന് ഒരുങ്ങി, പരിശുദ്ധമ്മ സ്വയം ഒരുങ്ങി, ഒപ്പം തന്നെ ദൈവം ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിരുന്നു. രണ്ടുമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമ്മ അമലോത്ഭവയായത്. എന്തായത്? പാപലേശമില്ലാത്തവളായിട്ട് മാറിയത്. പാപലേശം ഇല്ലാത്ത. പാപം ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് ജനിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് അമലോത്ഭവയാണെന്ന പ്രഖ്യാപനം പിന്നീട് സഭ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ രണ്ട് പ്രവചനങ്ങൾ എന്താണ് പറയുന്നത്? യുവതി ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും. 2 സാമുവേൽ എടുത്തേ 7-ാം അധ്യായം 12-14. 2 സാമുവേൽ 7-ാം അധ്യായം 12-14. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും. ഔരസപുത്രനാണ് ആര്? ഈ ഔരസപുത്രനാണ് ആര്? ഈശോ. ആര്? ഈശോ. 2 സാമുവേൽ 7-ാം അധ്യായം 12-ാം വാക്യം. 2 സാമുവേൽ 7:12. ഈ പഴയ നിയമങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല. ഇതാണ് ഈ പൂർത്തീകരണങ്ങൾ, ഇതാണ് മെയിൻ വാഗ്ദാനങ്ങൾ. മനസ്സിലായില്ല? 2 സാമുവേൽ 7:12 എടുത്തോ? ദിനങ്ങൾ തികഞ്ഞ നീ പൂർവികരോട് ചേരുമ്പോൾ എന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. ഈ ഔരസപുത്രനാണ് ആര്? ഈശോ മിശിഹ. അത് പൂർത്തീകരിക്കപ്പെട്ടു. യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1-2 എന്താ പറയുന്നത്? ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും അഭിഷേകം ചെയ്തിരിക്കുന്നു, മോചനം ലഭിക്കുവാനും. ഇത് ഇനി ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം എടുത്ത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ എടുത്ത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ എന്താ പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. എല്ലാവരും എടുക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ എടുത്തോ? എല്ലാവരും എടുത്തോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. ഏത് ഭാഗം നൽകപ്പെട്ടെ? നേരത്തെ പറഞ്ഞത് 61:1 മുതൽ 2 വരെയുള്ള ഭാഗം ആർക്ക് നൽകപ്പെട്ടു? ഈശോ. വായിച്ചത് വായിച്ചേ. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിലും അതല്ലല്ലോ, കർത്താവിന്റെ ആത്മാവ്. അതായത് ഞാൻ ഒന്നുകൂടി പറയാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന അവൻ കണ്ടു, കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ചു ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവനിരുന്നു. അവരുടെ പ്രതികരണം എന്തായിരുന്നു? സിനഗോഗില് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ. സിനഗോഗ് അടുത്ത സെന്റൻസ് വായിച്ചോ. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി. മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളാണ്. ഇതാണ് വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങളാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്, യേശുവിൽ പൂർത്തിയായിരിക്കുന്നത്.